എയർ ഇന്ത്യയുടെ ബോയിങ് A787 ആ അപകടം ഇന്ത്യയെ മാത്രമല്ല ലോകത്തെ മുഴുവൻ ഞെട്ടിച്ചു. 242 പേര് ആ ഫ്ലൈറ്റിൽ കയറി. 230 യാത്രക്കാരും 12 ജീവനക്കാരും 241 പേരും കൊല്ലപ്പെട്ടു. ഒരാൾ ആ ഫ്ലൈറ്റിൽ നിന്ന് എക്സിറ്റ് രക്ഷപ്പെടാനുള്ള വാതിൽ കൂടെ ചാടി. അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്, ഈ ഫ്ലൈറ്റിൽ കയറി കഴിഞ്ഞപ്പോൾ ഒരു 30 സെക്കൻഡിനകത്ത് ഒരു വലിയ ശബ്ദം കേട്ടു. അത് ജീവിച്ചിരുന്ന ആ ആളിൽ നിന്ന് കിട്ടിയ വിവരമാണ്. വളരെ വൈറ്റലായ ഒരു വിവരം തന്നെ. കാരണം ഇത് ടേക്ക് ഓഫ് ചെയ്തപ്പം തന്നെ 30 സെക്കൻഡിനുള്ളിൽ വലിയൊരു ശബ്ദം അയാൾ കേട്ടു. അത് മനസ്സിൽ കിടന്നുകൊണ്ടായിരിക്കണം അയാൾക്ക് രക്ഷപ്പെടാൻ തോന്നിയത്. ആ ഫ്ലൈറ്റ് നമ്മൾ കണ്ടു. അത് എയർപോർട്ടിൽ നിന്ന് ഉയർന്ന് പൊങ്ങുന്നത് കണ്ടു. 3848 മീറ്റർ നീളമുള്ള ഒരു റൺവേ ആണ്. 1900 മീറ്റർ കഴിഞ്ഞപ്പോൾ തന്നെ അത് ടേക്ക് ഓഫ് ചെയ്ത് പൊങ്ങിപ്പോയി. ആ പൊങ്ങിപ്പോയത് ഫ്ലൈറ്റ് പെട്ടെന്ന് താഴ്ന്നു പറക്കുന്നത് നമ്മൾ കണ്ടു. എന്താണ് അങ്ങനെ സംഭവിച്ചത്? എന്ത് സംഭവിച്ചു ഈ ഫ്ലൈറ്റിന് എന്നുള്ള DGCA, ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷനാണ് അത് കണ്ടെത്തേണ്ടത്. കാരണം അപകടം ഉണ്ടായതിനെ സംബന്ധിച്ച് തീർച്ചയായിട്ടും എക്സ്പെർട്ടുകൾ ചേർന്ന ഒരു ഇൻവെസ്റ്റിഗേഷൻ അവർ നടത്തും. എയർക്രാഫ്റ്റ് ആക്ട് 2020 പരിധിയിൽ ആണ് അന്വേഷണം നടക്കുന്നത്. ഫ്ലൈറ്റിലെ യാത്രക്കാരെല്ലാം മരിച്ചു. ആകെ ജീവനോടെ ഒരാൾ മാത്രം. 20 വർഷമായിട്ട് അദ്ദേഹം ഇംഗ്ലണ്ടിലാണ്. ഗോവ അടുത്തുള്ള ഡാമൻ ഡ്യൂ അവിടുത്തുകാരനാണ്. അവിടെ കേന്ദ്രഭരണ പ്രദേശത്ത് ജനിച്ചയാളാണ്. വിശ്വാസ് ഇപ്പോൾ ഇംഗ്ലണ്ടിലാണ്. ഭാര്യയും ഒരു കുട്ടിയും ഇംഗ്ലണ്ടിലുണ്ട്. ഇദ്ദേഹം ജീവനോടെ ആ ഫ്ലൈറ്റിൽ നിന്ന് എടുത്ത് ചാടി. ചില പരിക്കുകളൊക്കെ ആയിട്ട് ഹോസ്പിറ്റലാണ്. വലിയ കാര്യമായ പരിക്ക് അദ്ദേഹത്തിനില്ല. ഒരു സർവൈവർ മാത്രം, ഒരാൾ മാത്രം ജീവിച്ചു. അദ്ദേഹത്തിൻ്റെ വാക്കുകളും അദ്ദേഹത്തിൻ്റെ മൊഴിയും വളരെ വിലപ്പെട്ടതാണ്. DGCA, ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ്റെ അന്വേഷണത്തിൽ അദ്ദേഹത്തിന് വലിയ ഇമ്പോർട്ടൻ്റായ ചില കാര്യങ്ങൾ പറയാനുണ്ടാവും. അദ്ദേഹം ഹോസ്പിറ്റലിൽ വെച്ച് പറഞ്ഞത്, ഈ എയർക്രാഫ്റ്റ് പൊങ്ങിയോടെ 30 സെക്കൻഡിനുള്ളിൽ വലിയ ശബ്ദം കേട്ടു എന്ന്. എന്താണ് ആ ശബ്ദം കേൾക്കാൻ കാരണം? ഇവിടെ എന്ത് സംഭവിച്ചു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ 757 ഡ്രീം ലൈനർ എന്ന ഈ അമേരിക്കൻ നിർമ്മിത ബോയിങ്ങിൽ ഈ ക്ലാസ്സിൽ 248 പേർക്ക് കയറാവുന്നതാണ്. 787-8 മോഡലാണിത്. 787 9 മോഡലിൽ 296 പേർക്ക് കയറാം. 787 10 മോഡലാണെങ്കിൽ 336 പേർക്ക്. ഇതിനകത്ത് 248 പേർക്ക് മാക്സിമം. 230, 12, 242 പേരുണ്ട്. ഇത് ഇന്ത്യയിൽ ഇതുപോലൊരു വലിയ അപകടം ഉണ്ടായിട്ടില്ല. അമേരിക്കയിൽ ഒരു വർഷം 9-10 അപകടങ്ങൾ വിമാനത്തിൻ്റെ തന്നെ ഉണ്ടായി നൂറുകണക്കിന് ആൾക്കാർ മരിക്കുകയും ചെയ്യുന്ന പതിവാണ്. പക്ഷേ ഇന്ത്യയിൽ അത് വളരെ റെയറാണ്. ഇപ്പം എയർ ഇന്ത്യയുടെ അതിൻ്റെ ഉടമസ്ഥർ ടാറ്റ തന്നെയാണ്. 241 പേർക്കും മരണപ്പെട്ട എല്ലാവർക്കും 1 കോടി രൂപ വെച്ച് കൊടുക്കും എന്ന് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ അവരുടെ സർവ്വ ചികിത്സാ ചെലവുകളും ടാറ്റ അത് നടത്തും, അവരുടെ ചിലവ് കൊടുക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ നമ്മൾ ഈ അപകടത്തിൽ 241 പേര് ഫ്ലൈറ്റിലുണ്ടായിരുന്നവർ മരിച്ചു. ഒരാൾ ജീവനോടെ ഇപ്പോൾ ഇരിക്കുന്നു. പ്രദേശവാസികൾ 49 പേര് മരണപ്പെട്ടു. അങ്ങനെ മൊത്തം 290 പേര് മരിച്ചിട്ടുണ്ട്. ഈ എയർ ഇന്ത്യ ബോയിങ് വിമാനം
അത് പൊങ്ങിയ ഉടനെ പിന്നീട് താന്ന് പറന്ന് നേരെ അവിടെയുള്ള ഒരു മെഡിക്കൽ കോളേജിൻ്റെ ഹോസ്റ്റലിലേക്ക് ഇടിച്ച് കയറി. MBBS വിദ്യാർത്ഥികളും അവരുടെ ഒരു PG വിദ്യാർത്ഥി ഉൾപ്പെടെ 6 പേരുൾപ്പെടെ അവിടെയുള്ള ജീവനക്കാരും തദ്ദേശവാസികളും ഉൾപ്പെടെ 49 പേര് മരിച്ചു. ടോട്ടലായിട്ട് ഈ അപകടത്തിൽ 290 പേര് മരിച്ചിട്ടുണ്ടെന്നാണ് വരുന്നത്. ഇത് ഇനി DGCയുടെ അന്വേഷണത്തിൽ എന്ത് സംഭവിച്ചു എന്ന് നമുക്കറിയാൻ കഴിയുള്ളൂ. അത് സാധാരണഗതിയിൽ അത് പുറത്തേക്ക് വരാൻ താമസിക്കും. അതിൻ്റെ വിവരങ്ങൾ പുറത്തേക്ക് വരാനായിട്ട് പല പ്രശ്നങ്ങളും ഉണ്ട്, നിയമപ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് അത് കുറേ സമയം എടുത്തെങ്കിലേ നമുക്കത് കുറേയെങ്കിലും മനസ്സിലാക്കാൻ പറ്റുള്ളൂ. പക്ഷേ ഇതിനകത്ത് ചില എക്സ്പെർട്ടുകൾ നിരീക്ഷിച്ച ഒരു കാര്യമുണ്ട്. ഈ ഫ്ലൈറ്റ് പൊങ്ങി പോയിട്ട് വീണ്ടും താഴോട്ട് പറന്ന് അത് ഇടിച്ച് ആ ഹോസ്റ്റലിലേക്ക് ഇടിച്ച് കയറുന്നതാണ്. എന്താണ് സംഭവിച്ചത്? അതിനകത്ത് എക്സ്പെർട്ട് പറയുന്നത് അതിൻ്റെ ഫ്ലാപ്പ്, നമുക്കറിയാം അതിൻ്റെ ചിറകിൻ്റെ അവിടെ ഫ്ലാപ്പുകളുണ്ട്. അത് സാധാരണഗതിയിൽ 200-400 അടി പൊങ്ങുമ്പോൾ തന്നെ, കാരണം ആ പൊങ്ങാനായിട്ട് ഈ ഫ്ലാപ്പ് അത് താന്നിരിക്കുമ്പം ത്രസ്റ്റ് കൂടും, അത് നന്നായിട്ട് ഉയർന്ന് പൊങ്ങി അങ്ങ് പോകും. പക്ഷേ ആ ഫ്ലാപ്പ് അത് താത്തിയിട്ടില്ല, അതേപടി ഇരിക്കുന്നു. ഫ്ലാപ്പ് താക്കാനുള്ള ഹൈഡ്രോളിക് സിസ്റ്റത്തിൽ കൈവച്ചത് അത് തെറ്റിപ്പോയോ എന്നൊരു സംശയമുണ്ട്. ഫ്ലാപ്പ് ഉയർത്തുന്ന സമയത്ത് ആക്ച്വലി ഇത് ഉയർത്താനുള്ള ആ ഹൈഡ്രോളിക് ആ ഹാൻഡിലല്ല ആയിരിക്കാം, മാറിപ്പോയതാകാം, പൈലറ്റിന് മറവി സംഭവിച്ചതാകാം. ഇങ്ങനെയൊക്കെ പല നിഗമനങ്ങളും ഇപ്പം വരുന്നുണ്ട്. എന്താണ് സംഭവിച്ചതെന്നൊരു അന്വേഷണത്തിൽ നമുക്ക് മനസ്സിലാവുകയുള്ളൂ. അത് മാസങ്ങളും വർഷങ്ങളും എടുത്ത ഒരു അന്വേഷണമായിരിക്കും മിക്കവാറും. ഹൈഡ്രോളിക് സംവിധാനത്തിൽ എന്തോ പ്രശ്നം പറ്റി, അത് മറവി കൊണ്ടുണ്ടായതാണോ, ഹൈഡ്രോളിക് സംവിധാനം ഫ്ലാപ്പ് താക്കാൻ ഉയരാനുള്ള ഹൈഡ്രോളിക് സംവിധാനത്തിന് പിടിക്കുന്നതിന് പകരം ഫ്ലാപ്പിൻ്റെ കാര്യം അപ്പള ഓർത്ത് അതേ കയറി പിടിച്ചു കഴിഞ്ഞപ്പം ഫ്ലൈറ്റ് താഴോട്ട് പോയി, ഉയർന്നില്ല. അപ്പോൾ അതാണ് സംഭവിച്ചത്. നമ്മൾ താന്ന് പറക്കുന്നത് കണ്ടു. അത് എന്തോ പ്രശ്നമുണ്ട് എന്ന് പൈലറ്റ് അവർ കൺട്രോൾ ടവറിൽ വിളിച്ചു പറഞ്ഞത്. അതിൻ്റെ മറുപടി കിട്ടുന്നതിന് മുമ്പേ ആ ഫ്ലൈറ്റ് അപകടത്തിൽ വീണു. അതിൻ്റെ ആ ശബ്ദരേഖ തീർച്ചയായിട്ടും അതിൻ്റെ ബ്ലാക്ക് ബോക്സിൽ റെക്കോർഡ് ചെയ്തിട്ടുണ്ടാവും. പൈലറ്റ് ഇരിക്കുന്ന സ്ഥലത്ത് ഒരു ബ്ലാക്ക് ബോക്സ് ഉണ്ട്, പിന്നിലൊരു ബ്ലാക്ക് ബോക്സ് ഉണ്ട്. പൈലറ്റുമാർ തമ്മിൽ അവിടെ സംസാരിക്കുന്ന വിവരം, കൺട്രോളുമായിട്ട് ബന്ധപ്പെടുന്ന കാര്യങ്ങളൊക്കെ റെക്കോർഡ് ചെയ്യുന്ന ബ്ലാക്ക് ബോക്സ് കണ്ടെത്തി ആ ഫ്ലൈറ്റിൻ്റെ ചാരം അടഞ്ഞു കിടക്കുന്ന ഭാഗത്തു നിന്ന് അത് തപ്പിയെടുത്തു. ഇനി പിൻവശത്തുള്ള ഒരു ബ്ലാക്ക് ബോക്സ് ഉണ്ട്, അത് ഇതുവരെ കിട്ടിയിട്ടില്ല. അതുകൂടെ കിട്ടാനായിട്ടുള്ള സെർച്ച് അവിടെ നടക്കുകയാണ്. മല പോലെ കിടക്കുകയാണ് ഫ്ലൈറ്റ്, അവിടെ കത്തി എരിഞ്ഞ് കിടക്കുന്ന ആ ചാമ്പൽക്കൂട്ടിൽ നിന്നും ആ സിസ്റ്റത്തിൽ നിന്ന് തിരഞ്ഞ് വേണം ഇതെടുക്കാൻ. ഏതായാലും മുൻവശത്തുണ്ട് ബ്ലാക്ക് ബോക്സ് കിട്ടി എന്നുള്ള വാർത്തകളും വരുന്നുണ്ട്. അപ്പോൾ അത് നല്ലൊരു കാര്യമാണ്. എന്താണ് പൈലറ്റ് സംസാരിച്ചതെന്ന് അതിനകത്ത് റെക്കോർഡ് ചെയ്തിട്ടുണ്ടാവും. ഇത് ഒരു വെൽ എക്സ്പീരിയൻസ്ഡായ ഒരു പൈലറ്റാണ്. 8500ഓളം മണിക്കൂർ ആ വിമാനം പറപ്പിച്ചൊരു വ്യക്തിയാണ് ഓടിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന് പ്രായമുണ്ട്. അതേസമയത്ത് കോ പൈലറ്റ് 1800ഓളം മണിക്കൂർ വിമാനം ഓടിച്ച ആളാണ്. ഏതായാലും ഇതിൻ്റെ 3450 റൺവേയിൽ, നീളമുള്ള റൺവേയിൽ 1900 മീറ്റർ കഴിഞ്ഞപ്പോൾ ഇത് ടേക്ക് ഓഫ് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. ഇത് തിരിച്ചിറങ്ങാനുള്ളൊരു ശ്രമമായിരുന്നോ താന്ന് പറഞ്ഞതും കൂടെ സംശയമുണ്ട്. കാരണം അങ്ങനെയുള്ള പൊങ്ങിയ ഫ്ലൈറ്റ് താന്ന് ഇങ്ങനെ പറക്കുന്നതാണ് നമ്മൾ കാണുന്നത്. അപ്പം എന്തോ പ്രശ്നമുണ്ട് എന്ന് പൈലറ്റ് അവിടെ കൺട്രോൾ റൂമിൽ പറഞ്ഞ സ്ഥിതിക്ക് അദ്ദേഹം ലാൻഡ് ചെയ്യാൻ ശ്രമിച്ചതാണ്. ഹൈഡ്രോളിക് പ്രഷറാണ്, ഹൈഡ്രോളിക് അതിൻ്റെ ഹാൻഡിൽ ചിലപ്പം മാറിപ്പോയതാകാം, അവിടെ വെപ്രാളത്തിലാകാം, ചിലപ്പോൾ അതൊക്കെ ഉണ്ടായാം. ഏതായാലും വീഴ്ചയ്ക്ക് മുമ്പേ മുകളിലോട്ട് കയറിയില്ല ആ ഫ്ലൈറ്റ്. 625 അടി എത്തിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പിന്നീട് അതങ്ങ് പൊങ്ങിപ്പോകേണ്ടതാണ്. പക്ഷേ താഴോട്ട് വരികയാണ്. 625 അടി ഉയരത്തിലെത്തിയപ്പോൾ വിമാനത്തിൻ്റെ ചക്രങ്ങൾ താഴ്ന്നു തന്നെ കിടക്കുന്നു. ചക്രങ്ങൾ ഉള്ളിലേക്ക് കയറിപ്പോയില്ല.
കാര്യമായ തകരാറ് എന്തോ പ്രാവശ്യമുണ്ട്. ഏതെങ്കിലും പക്ഷി ഇടിച്ചിട്ട് അതിൻ്റെ അകത്ത് കയറിയോ, ഇഞ്ചിൻ്റെ അകത്ത് കയറിയോ എന്ന് സംശയം. കാരണം 2 ഇഞ്ചിനും നിശ്ചലമായി. 787 ബോയിങ്ങിൽ 2 ഇഞ്ചിനാണുള്ളത്. ഇത് പൊതുവേ മറ്റുള്ള ഫ്ലൈറ്റിനൊക്കെ ഇത്ര ആൾക്കാർ കയറുന്നെങ്കിലും ഇതിൻ്റെ നിർമ്മിതിയിലുള്ള ക്വാളിറ്റി കൊണ്ട് വെയിറ്റ് അല്പം കുറച്ച് ആണ് ഫ്ലൈറ്റിന്. അതുകൊണ്ട് ഇതിൻ്റെ ഫ്യൂവലിലെ 25% ഫ്യൂവൽ സേവ് ചെയ്യാനും സാധിക്കും. അതുകൊണ്ട് ലോകത്തിലെ എല്ലാ രാജ്യങ്ങളും ഇപ്പം ഇഷ്ടപ്പെടുന്നതും പൊതുവെ എല്ലാവർക്കും കയറിപ്പോകാനും സുരക്ഷിതമായി പോകാനും ഈ 787 തന്നെയാണ്. അതിന് യാതൊരു സംശയമില്ല. അമേരിക്കൻ നിർമ്മിതമാണ് എങ്കിലും ലോകം മുഴുവൻ ഈ ഒരു ഫ്ലൈറ്റിലാണ് ഏറ്റവും കൂടുതൽ സഞ്ചരിക്കാൻ എല്ലാവർക്കും റിസ്ക് ഇല്ലാതെ സഞ്ചരിക്കാനുള്ള താല്പര്യം. ഏതായാലും ചില കാര്യങ്ങളൊക്കെ പലരും നോട്ട് ചെയ്തിട്ടുണ്ട്. എവിടെയാണ് അടിസ്ഥാനപരമായ കുഴപ്പമുണ്ടായത് എന്ന് കണ്ടെത്തണമെങ്കിൽ ഒരു 5-6 മാസങ്ങളെങ്കിലും എടുക്കും. ഓരോരോ സ്റ്റെപ്പുകൾ പതുക്കെ അവർ നടത്തിക്കൊണ്ട് വരികയാണ്. ആ ഏരിയ മുഴുവൻ കോഡൻ ചെയ്തിട്ടുണ്ട്. ആ വിമാനത്തിൻ്റെ അങ്ങോട്ട് ആർക്കും പ്രവേശിക്കാൻ കഴിയില്ല. കാരണം അവിടെ ഇനി ബ്ലാക്ക് ബോക്സ് പിന്നിലെ കിട്ടാനുണ്ട്. അത് തന്നെയല്ല, ഇൻവെസ്റ്റിഗേഷനുമായിട്ട് DGCA മുന്നോട്ട് പോകുമ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ പാർട്സുകൾ, കത്തിക്കരിഞ്ഞ പാർട്സുകൾക്കൊക്കെ ചില കഥകളൊക്കെ പറയാനുണ്ടാവും. എവിടെയാണ് ഈ തെറ്റ് പറ്റിയത് എന്ന് കണ്ടെത്താൻ വളരെ വിഷമകരമായ ഒരു കാര്യം തന്നെയാണ്. കാരണം അതിൻ്റെ റിസൾട്ട് വരാനുള്ള ചിലപ്പം വളരെ താമസിച്ചും ചിലപ്പം വന്നില്ല എന്നും വരാം. എന്താണ് സംഭവിച്ചതെന്ന് കത്തിക്കരിഞ്ഞ ഒരു വിമാനത്തിൻ്റെ മുഴുവൻ ഏരിയകളും പരിശോധിച്ച് വരുമ്പം തീർച്ചയായിട്ടും ഒരു റിസൾട്ട് എത്താനുള്ള സാധ്യത ഉണ്ട്. എങ്കിലും വളരെ ബ്ലീക്കാണ് അതിൻ്റെ റിസൾട്ട് എന്നാണ്. കാരണം എന്ത് സംഭവിച്ചു എന്നൊരു കണ്ടെത്തൽ ഇനി കത്തിക്കരിഞ്ഞ ഫ്ലൈറ്റിൽ നിന്ന് കണ്ടെത്താൻ കഴിയുമോ എന്നുള്ളതാണ്. കാരണം അതൊരു എക്സ്പ്ലോഷനോടുകൂടി പൊട്ടിത്തെറിച്ച് പീസായിപ്പോയി എല്ലാ ഭാഗങ്ങളും. പക്ഷേ ചില കാര്യങ്ങൾ പറയാൻ ഒരാൾ ജീവിച്ചിരിപ്പുണ്ട്. അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്ത് 30 സെക്കൻഡിനകം വലിയ ശബ്ദം കേട്ടെന്ന്. അപ്പം അത് മെക്കാനിക്കലായിട്ട് എന്തോ ഒരു പ്രശ്നം തന്നെയാണെന്നാണ് ഞാൻ കരുതുന്നത്. പിന്നെ അത് കൺട്രോൾ ചെയ്യാനായിട്ട് പൈലറ്റിനോ കോ പൈലറ്റിനോ കഴിയില്ല. അടിസ്ഥാനപരമായി എന്തോ കാര്യമായ തകരാറ് അതിന് സംഭവിച്ചിരിക്കുന്നു. അത് എങ്ങനെ സംഭവിച്ചു എന്ന്, കാരണം ഇതെല്ലാം നല്ലതായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നതും അവിടുത്തെ എയർക്രാഫ്റ്റ് ടേക്ക് ഓഫ് ചെയ്യുന്നതിന് മുമ്പ് അവിടുത്തെ എൻജിനീയറിംഗ് ടീം മൊത്തമായി എല്ലാം പരിശോധിച്ച് സർട്ടിഫൈ ചെയ്ത് കൊടുക്കുന്നതാണ്. അതുകൂടാതെ പൈലറ്റും അതും പരിശോധിച്ച ശേഷമേ അദ്ദേഹം ആ ഫ്ലൈറ്റിൽ കയറുകയുള്ളൂ. കംപ്ലീറ്റ് അത് പരിശോധിച്ച ശേഷം മാത്രമേ അദ്ദേഹം ടേക്ക് ഓഫിന് അല്ലെങ്കിൽ ആ പൈലറ്റിൻ്റെ കസേര ഇരിക്കാൻ തയ്യാറാവുള്ളൂ. അങ്ങനെ വളരെയധികം കാര്യങ്ങൾ ഇതിനകത്ത് പരിശോധിച്ച ശേഷമാണ് പിന്നെ ആ ശബ്ദം എന്തായിരുന്നു പിന്നിൽ, അതാണ് കൂടുതലും അന്വേഷിക്കേണ്ടത്. അയാളുടെ സ്റ്റേറ്റ്മെൻറ്റ് കിട്ടിക്കഴിയുമ്പം കുറച്ചുകൂടെ അതിൻ്റെ ഒരു ഫൈൻഡിങ്ങിലേക്ക് എത്താൻ കഴിയും എന്ന് കരുതുന്നുണ്ട്. എങ്കിലും ഒരു 6 മാസം കഴിഞ്ഞെങ്കിൽ മാത്രമേ ഏകദേശം ഒരു അന്വേഷണം DGCA പൂർത്തിയാകുകയുള്ളൂ.